കാണാൻ പാടില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തൊക്കെ കാണാൻ വയ്യ. ഹലോ, കാണാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റിലെ കേസ് പറഞ്ഞ് അതിൻ്റെ പാസീവും ആക്റ്റീവും ഇതിവിടെ വരെയല്ലേ നിർത്തിയേ? ഇവിടെ പോയി സർചാർജ് അറ്റ് റെസ്റ്റിൽ സർചാർജ് എന്ന കേസ് വരെയാണ് നിർത്തിയത്. നമ്മൾ ക്ലാസ്സിൽ ഞാനത് കൊടുത്തപ്പം ഞാനത് സ്പ്ലിറ്റ് ചെയ്താൽ കൊടുത്തതേ ഉള്ളൂ. കാണിച്ചു തരാം, നമുക്ക് മനസ്സിലാവും. പ്രഷർ ഡയഗ്രാം പറഞ്ഞു, വേരിയേഷൻ പറഞ്ഞു, റെസ്റ്റ് കേസ് എന്താണെന്ന് പറഞ്ഞു. റെസ്റ്റ് കേസിൽ കേസ് 1 സിംപ്ലി സോയിൽ മാത്രമുള്ള കേസ് ആദ്യത്തെ, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യിച്ചു. കേസ് 2 എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അങ്ങനെ ചെയ്യിച്ചൊരു ഇത്. അതിൻ്റെ ടോട്ടൽ പ്രഷറും ഇസഡ് ബാറും കണ്ടുപിടിച്ചത്, അതിൻ്റെ 2 പ്രോബ്ലം ചെയ്യിച്ചു. ദെൻ പിന്നെ ഞാൻ റാങ്കൈൻസ് തിയറി പറഞ്ഞിട്ട് ആക്റ്റീവും പാസീവും പറഞ്ഞ് അതിൻ്റെ പ്രോബ്ലം ചെയ്യിക്കുക പല ഡിഫറെൻറ്റ് കേസുകൾ. ഓക്കെ, ഈ നോട്ട് എനിക്ക് തോന്നുന്നു ഈ നോട്ട് വെച്ച് പോകുമായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ക്ലാസ്സിൽ നിന്നുള്ള നോട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്താണ് കൊടുക്കണത് കുട്ടികൾക്ക്. പെട്ടെന്ന് ഒന്നാമത് അവർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തേ കൊടുക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും. രണ്ടും സെയിം ആണ്, രണ്ടിലും ചെയ്തേക്കണ ഒരു ഡിഫറൻസ് ഉള്ളത് ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ഒറ്റ ഡയഗ്രത്തിൽ ഇപ്പോൾ ഇങ്ങനെ എർത്ത് പ്രഷർ ഡയഗ്രം വരയ്ക്കണ പല കേസുകൾ സർചാർജ് വാട്ടർ ടേബിളൊക്കെ വരുമ്പോൾ ഒരൊറ്റ ഡയഗ്രത്തിലാണ് ഈ നോട്ടിൽ വരച്ചേക്കണേന്നേ ഉള്ളൂ. ഇപ്പോൾ അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇത്ര ക്ലിയർ കുറവാണ്. ഇവിടെ എന്താണ് വാട്ടർ ടേബിളിലും ഉണ്ട്, ഇസഡ് ഡെപ്തിലൊരു വാട്ടർ ടേബിൾ ഉണ്ട്, അതാണ് ഈ ഫിഗറിൽ കാണിച്ചത്. അപ്പം അതിൻ്റെ വേരിയേഷനും വരും, അതിൻ്റെ താഴെയുള്ള സോയിൻ്റെ വേരിയേഷനും കൂടെ ഒരുമിച്ച് ഒറ്റ ഡയഗ്രത്തിലാണ് കാണിച്ചേക്കണേ. ഞാനത് ക്ലാസ്സിൽ ചെയ്യിച്ചപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കുട്ടികൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സ്ട്രെസ് ചെയ്തപ്പം ചെയ്യുന്ന പോലെ ചെയ്തു വെച്ച് കൊടുത്തേക്കണേ, അപ്പോൾ തെറ്റിക്കില്ല അവർ. ഓക്കെ, അപ്പം എന്ത് വേണം ഈ നോട്ട് വെച്ച് ചെയ്താൽ മതിയോ ക്ലാസ്സിൽ കൊടുത്തേ? മിസ് ക്ലാസ്സിൽ കൊടുത്ത നോട്ടായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് അതിന്. മറ്റേ ഞാൻ ക്ലാസ്സിൽ ഇത് ഫോളോ ചെയ്യാറില്ല K2 നോട്ട്, ഞാൻ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യിക്കുകയോ ചെയ്യാറ്. പിന്നെ എക്സ്ട്രാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തവർക്ക് കൊടുക്കുകയോ ചെയ്യാറ്, പ്രിൻ്റ് ഔട്ട് എടുത്തോ അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ചെയ്യിക്കുകയോ ചെയ്യാറ്. പ്രോബ്ലമാറ്റിക് പേപ്പറിന് അങ്ങനെയല്ലേ നമുക്ക് കൂടുതൽ പറ്റുള്ളൂ. അപ്പം ഒരു കാര്യം ചെയ്യേ, എനിക്ക് തോന്നുന്നു ഇത് വെച്ച് ഫോളോ ചെയ്യാം. ഞാൻ സ്കാൻ ചെയ്തിടാം ഓരോ ആഴ്ച കഴിയുന്തോറും. ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് മോഡ്യൂൾ അവർക്ക് തീരാറായി ക്ലാസ്സിൽ. അറ്റ് റെസ്റ്റ്, അപ്പം ഇത് വേണം ഒന്നുകൂടെ പറഞ്ഞു തുടങ്ങാം. അപ്പം ഇവിടെ തൊട്ട് ഒരു കണ്ടിന്യൂഷൻ ആവുമല്ലോ. അറ്റ് റെസ്റ്റ് ആണ് ആദ്യത്തെ കേസ്. ഫസ്റ്റ് കേസിൽ ആ റെസ്റ്റിൽ ഉള്ളൊരു ഡയഗ്രാമാണ് ഈ കാണിച്ചേക്കണേ. അപ്പം ഹൊറിസോണ്ടൽ സ്ട്രെസ് കാണണം. ഹൊറിസോണ്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു K0 ഗാമ എച്ച്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഹൊറിസോണ്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് സിഗ്മ എച്ച് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് കാണുക. ആ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ പ്രഷർ ഡയഗ്രാം ആണ്. ഈ പ്രഷർ ഡയഗ്രാം ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇതാണ് ഗ്രൗണ്ട് സർഫേസ്, അതിൻ്റെ താഴെ സോയിൽ മാത്രമേ ഉള്ളൂ ഈ കേസിൽ. അപ്പം അതിലെ സ്ട്രെസ് വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ഫോമിലായിരിക്കും. അപ്പം ടോപ്പ് ലെയറിൽ എടുക്കുമ്പം 0 ആണ് അവിടെ സ്ട്രെസ്, ബോട്ടം ലെയറിൽ എടുക്കുമ്പോൾ സ്ട്രെസ് എന്ന് കാണാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? K0 സിഗ്മ ഇസഡ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ആ താഴത്തെ ഇക്വേഷൻ വരണേ. അപ്പം ടോപ്പ് ലെവൽ ഈ ലെവലിൽ എടുത്ത് കഴിയുമ്പം ഇവിടെ വേറെ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ സിഗ്മ എച്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ പിന്നുള്ളത് ബോട്ടം ലെയർ ആണ്. ബോട്ടം ലെയറിലെ സിഗ്മ എച്ച് എന്ന് പറയുന്നത് K0 സിഗ്മ ഇസഡ് ആണ്. ഓക്കെ, അപ്പം K0 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. സിഗ്മ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ മാത്രമേ ഉള്ളതുകൊണ്ട് ഗാമ ഇൻറ്റു എച്ച്, ടോട്ടൽ റിട്ടേൺ വാളിൻ്റെ ഹൈറ്റ് എച്ച് ആയതുകൊണ്ട് അതാണ്. ക്ലിയർ ആയോ? അങ്ങനെയാണ് വരണത്. ഇത് അണ്ടർസ്റ്റുഡ് അല്ലേ? ഓക്കെ, പറഞ്ഞോട്ടെ, കൺഫ്യൂഷൻ ഉണ്ടോ? പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ ഒന്നുകൂടെ പറയാം. അടുത്ത കേസ് വരണത് K0 കാണാനായിട്ട് നമ്മൾ പറഞ്ഞു 1 - sin phi ആണ്. അതല്ലെങ്കിൽ മ്യൂ, പോയിസൺസ് റേഷ്യോയുടെ ടേംസിൽ നമുക്ക് അതിനെ കാണാം. അത് കാണാനാണ് μ/1 - μ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി
ഇങ്ങനെയുള്ള ഒരു സോയിലിൻ്റെ അല്ലെങ്കിൽ റീറ്റെയിനിങ് വാളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എർത്ത് പ്രഷർ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞ് പെർ യൂണിറ്റ് ലെങ്ത്തിൽ ആ റീറ്റെയിനിങ് വാളിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയ ഓഫ് ദി പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ആണ്. നമ്മൾ ഈ സ്ട്രെസ് വെച്ചിട്ട് സിഗ്മ എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കും. ആ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഡയഗ്രത്തിൻ്റെ ടോട്ടൽ ഏരിയ ആണ് എന്ത്? പെർ മീറ്റർ ലെങ്ത്തിൽ ഈ റീറ്റെയിനിങ് വാളിൽ ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം റസ്റ്റ് ആകുമ്പം ആ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആയിരിക്കും. അത് ആക്ട് ചെയ്യുന്നത് ബേസിൽ നിന്ന് h/3 ഡിസ്റ്റൻസിലായിരിക്കും. ഇതൊക്കെ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു പ്രോബ്ലം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാമോ? ഇത് ഒന്ന് ചെയ്യാം, ഒന്ന് എഴുതാമോ? എഴുതുവാണോ? കഴിഞ്ഞ തവണ പോയ പോലെ തന്നെ പോയാൽ പോരെ? ക്ലാസ്സിൽ ചെയ്ത് തന്നെ. കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വെറുതെ വായിച്ചു വിട്ടിട്ട് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഈ റീറ്റെയിനിങ് വാൾ ഇതാണ്. ഫിഗർ ക്ലിയർ ആണോ? h 6 മീറ്റർ ആണ്. പിള്ളേർ സ്കാൻ ചെയ്ത് അയക്കണതിൻ്റെ ഒരു പ്രശ്നമാണ്. സ്കാൻഡ് നോട്ട്സ് ആകുമ്പോഴാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിള്ളേരുടെ നോട്ട് ഞാൻ വാങ്ങിച്ചു വയ്ക്കാൻ വരുമ്പം, അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് റിട്ടേൺ തന്നാൽ മതി അന്ന് തന്നെ. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ. വരച്ചോ? വരച്ചു. ഓക്കെ. ഫസ്റ്റ് ഇതായിരുന്നു നമ്മുടെ റീറ്റെയിനിങ് വാൾ. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. നമ്മുടെ റീറ്റെയിനിങ് വാൾ ഇതാണ്. ഒരു റീറ്റെയിനിങ് വാൾ ഉണ്ടായിരുന്നു. എന്താണ്? 5 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് അല്ലേ? ദെൻ പിന്നെന്തായിരുന്നു? 5 ആണോ 6 ആണോ? സോറി, 6 മീറ്റർ ആണ്. ഓക്കെ, 6 മീറ്റർ ആണ്. ഗാമയുടെ വാല്യൂ 18 അല്ലായിരുന്നോ? 18 kN/m³ ആയിരുന്നു. പിന്നെന്തായിരുന്നു തന്നിരുന്നത്? 5 വാല്യൂ തന്നിട്ടുണ്ട് 25 ഡിഗ്രി ആണെന്ന്. ഇതാണ് ഗ്രൗണ്ട് ലെവല്. നമ്മളോട് ചോദിച്ചിരിക്കണത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് P0 കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കറിയാം P0 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്തറിയണം? ഹൊറിസോണ്ടലി എത്രമാത്രം സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സിഗ്മ എച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സിഗ്മ എച്ച് കണ്ടുപിടിച്ചാലാണ് എന്ത്? P0 കാണാൻ പറ്റുള്ളൂ. സിഗ്മ എച്ചിൻ്റെ വേരിയേഷൻ അനുസരിച്ചിരിക്കും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ആ ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? P0 കാണണം. P0 കാണണമെങ്കിൽ ആദ്യം എന്തറിയണം? സിഗ്മ എച്ച് ഹൊറിസോണ്ടലി എത്രമാത്രം സ്ട്രെസ്സാണ് ഈ റീറ്റെയിനിങ് വാളിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കണം. ആ ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ പാസീവ് ആണെങ്കിലും ആക്റ്റീവ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാണ്. ആദ്യത്തെ ഇതിൽ നമുക്കറിയാം സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണണേ? സിഗ്മ എച്ച് കാണണമെങ്കിൽ സിഗ്മ എച്ചിൻ്റെ റിലേഷൻ നമുക്കറിയണം. K0 സിഗ്മ ഇസഡ് ആണ് അല്ലേ? വെർട്ടിക്കൽ സ്ട്രെസ്സുമായിട്ടുള്ള റിലേഷനിലാണ് നമുക്ക് ആകെ ഹൊറിസോണ്ടൽ സ്ട്രെസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിലേഷൻ എന്ന് പറയുന്നത് K0 സിഗ്മ ഇസഡ് ആണ്.
അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെർട്ടിക്കൽ സ്ട്രെസ്സാണ്. സിഗ്മ ഇസഡ് കണ്ടുപിടിക്കണം. സിഗ്മ ഇസഡ് നമ്മൾ എങ്ങനെ കാണണം? ഇപ്പോൾ 2 ലെവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ ലെവൽ ഇതെടുത്തു, ഇത് ബി എന്ന് പറഞ്ഞ ലെവല്. എയിലെ സിഗ്മ ഇസഡ് കാണണം, ബിയിലെ സിഗ്മ ഇസഡ്. അങ്ങനെ ലെയേർഡ് കേസ് വരുമ്പോൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇതങ്ങനെ ഡിഫറെൻറ്റ് ലെയർ ഒന്നും അല്ല, സോയിലിനില്ല. അതുകൊണ്ട് ഇത് ഒറ്റ കണ്ടീഷനിൽ നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, അപ്പം സിഗ്മ ഇസഡ് എന്ന് പറയണത് ഈ 6 മീറ്റർ ഡെപ്തിലുള്ള എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കണം. എത്ര വരും? എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് സിഗ്മ ഇസഡ് എങ്ങനെ കാണാം? ഗാമ ഇസഡ് ആണ്, അല്ലെങ്കിൽ ഗാമ ഇൻറ്റു എച്ച്. എത്രയാണോ ഹൈറ്റിലാണോ കാണേണ്ടത് ആ ഹൈറ്റ്. ഇവിടെ നമുക്ക് ഗാമ തന്നിട്ടുണ്ട് 18. 6 മീറ്റർ ആണ് ടോട്ടലുള്ള ആ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ്. അപ്പം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് 18 × 6 ആണ്. ക്ലിയർ ആയോ? × 6 108 അല്ലേ? 108 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണോ ഇവിടെ വരെ? ഓക്കെ മിസ്. ദെൻ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ എച്ച് കാണണം. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെസ്സാണ്. സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം K0 സിഗ്മ ഇസഡ് ആണ്. ഓക്കെ, K0 അറിയില്ല. K0 എങ്ങനെ കാണാം? കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 - sin φ' ആണ്. ഇത് φ', ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ആണ്. അപ്പം 1 - sin 25 ഡിഗ്രി. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ദെൻ അതിനുശേഷം ഹൊറിസോണ്ടൽ സ്ട്രെസ് സിഗ്മ എച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. സൈൻ ഒരു സെക്കൻഡ് 0.577. 0.577 ആണ് വരണത്. അപ്പം 0.577 കിട്ടും. ദെൻ സിഗ്മ എച്ച് എത്ര കിട്ടും? സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0.577. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 3 ഡെസിമൽ പ്ലേസ് വരെ എടുത്തെഴുതാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഡെസിമൽ പ്ലേസ് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാമെങ്കിൽ അത് സെക്കൻഡിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. ചിലർ ചെയ്യുമ്പോൾ ഇത് 0.58 ഇട്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലർ ചെയ്യുമ്പോൾ 0.577 ഇട്ട് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ആൻസറിൽ ചെറിയ വേരിയേഷൻസ് വരും. സ്കീം വരുമ്പം ഇപ്പോൾ വരുമ്പോൾ നിലവിൽ ഈ 2 വച്ചിട്ടും ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ചെറിയ വേരിയേഷൻ ഉള്ളപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ഫുൾ കൊടുക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുക, 2 ഡെസിമൽ പ്ലേസ് എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ റൗണ്ട് ഓഫ് ചെയ്യാവുന്നതാണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് ചെയ്യണം, 0.58 ഇട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ 0.577 കണ്ടിന്യൂസ് ഫുള്ളായിട്ട് തന്നെ എടുത്ത് ചെയ്യണം. ഏത് രീതിയിൽ ചെയ്താലും മാർക്ക് കൊടുക്കാറുണ്ട്. .58 ഞാൻ ജസ്റ്റ് റൗണ്ട് ചെയ്യാണ്. 0.58 ഇൻറ്റു സിഗ്മ ഇസഡ് എത്രയാണ്? 108. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രെസ് എത്ര വരും നോക്കാം. 62.64 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നമ്മളുടെ റീറ്റെയിനിങ് വാള്, ആ റീറ്റെയിനിങ് വാൾ ഇതാണ് ഗ്രൗണ്ട് ലെവല്. അപ്പം ഇതിൻ്റെ ഹൈറ്റ് 6 മീറ്റർ ആയിരുന്നു. ദെൻ നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ആണ് വരയ്ക്കണം. സിഗ്മ എച്ചിൻ്റെ വേരിയേഷൻ ആണ് ശരിക്കും നമ്മൾ ഈ ഡയഗ്രാം, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ആയിട്ട് വരയ്ക്കാം. അപ്പം ടോപ്പ് ലെവലിൽ സിഗ്മ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? K0 ഗാമ എച്ച് അല്ലെങ്കിൽ ഇസഡ് ആണ്.
ഡെപ്തിനെയാണ് എച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഇസഡ് കൊണ്ടോ സൂചിപ്പിക്കുന്നത്. ടോപ്പ് ലെവൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ആകുമ്പോൾ എച്ചിൻ്റെ വാല്യൂ 0 വരുന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, സിഗ്മ എച്ചിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ബോട്ടം ലെവലിൽ വരുമ്പോഴേക്കും നമുക്ക് കിട്ടിയ വാല്യൂ ആണ് എത്ര, 62.64 എന്ന് പറയുന്ന വാല്യൂ. ക്ലിയർ ആയോ? അപ്പം ആ ഒരു വേരിയേഷൻ ആണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഫോമിൽ ഇവിടെ വരെ 64 ആണ്. അപ്പോൾ ടോപ്പിലെയും ബോട്ടത്തിലെയും വേരിയേഷൻ നമ്മൾ ജോയിൻ ചെയ്തു. അതാണ് സ്ട്രെസ് വേരിയേഷൻ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ സ്ട്രെസ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പം എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ എക്സാക്ട്ലി സെൻട്രോയിഡിലായിരിക്കും. ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലാണ് ഈ എർത്ത് പ്രഷർ അറ്റ് P0 എന്ന് പറയുന്നത് ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ P0 നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഏരിയ ഓഫ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. ഹാഫ് ഇൻറ്റു ബേസിലെ വാല്യൂ എന്ന് പറയുന്നത് 62.64 ഇൻറ്റു ഹൈറ്റ് 6. ക്ലിയർ ആയോ? ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് ആ സിഗ്മ എച്ച് ഹൊറിസോണ്ടൽ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ വരയ്ക്കുക. ആ വേരിയേഷൻ കൊണ്ട് കിട്ടുന്ന ഡയഗ്രത്തിൻ്റെ ഏരിയ ആയിരിക്കും. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ. ഇനി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടണേ, 187 അല്ലേ, 187.92 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഈ റിട്ടേണിംഗ് വാളിൻ്റെ പെർ മീറ്റർ ലെങ്ത്തിൽ ഇത്രയും പ്രഷറാണ് ആ സോയിൽ എക്സേർട്ട് ചെയ്യണേ റെസ്റ്റ് കണ്ടീഷനിൽ. അതാണ് അതിൻ്റെ മീനിങ്. ദെൻ ഇത് ആക്ട് ചെയ്യണത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ P0 എന്ന് പറയുന്നത് ഈ റീറ്റെയിനിങ് വാളിൻ്റെ എവിടെയാണ് ആക്ട് ചെയ്യണതെന്ന് അറിയണം. അത് ശരിക്കും ആക്ട് ചെയ്യുന്നത് ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ അതിൻ്റെ സെൻട്രോയിഡിലായിരിക്കും. ഇവിടെ ഒരു ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസിൽ നിന്ന് ആ ട്രയാങ്കിളിൻ്റെ h/3 ഹൈറ്റിലായിരിക്കും ആ P0 ആക്ട് ചെയ്യുക. അപ്പോൾ അതും കൂടെ നമ്മൾ എഴുതി വെക്കണം. അങ്ങനെയാണ് ഫുൾ മാർക്ക് കൂട്ടുക. അപ്പോൾ P0 ആക്ട്സ് അറ്റ് h/3 ഡിസ്റ്റൻസ് ഫ്രം ബേസ്. അതെത്രയാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. 6/3 ചെയ്യുക. ആ ഹൈറ്റിലായിരിക്കും എന്ത് ചെയ്യുക, P0 ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? h/3 എങ്ങനെയാ കിട്ടിയ മിസ്? ട്രയാങ്കിൾ അല്ലേ ഇത്, പ്രഷർ വേരിയേഷൻ. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും ഈ അറ്റ് റെസ്റ്റ് പ്രഷർ ആക്ട് ചെയ്യണേ. അപ്പം ഈ സെൻട്രോയിഡ് എവിടെയാണ്, ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ബേസിൽ നിന്ന് ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എത്ര ഹൈറ്റിലായിരിക്കും ഇരിക്കുക, ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ /3 അപ്പെക്സിൽ നിന്നാവുമ്പം 2h/3 ആയിരിക്കും. ഇവിടെ നിന്നാകുമ്പോൾ ആ ഡിസ്റ്റൻസ് ട്രയാങ്കിളിൻ്റെ ടോപ്പിൽ നിന്നാണെങ്കിൽ 2h/3 ഡിസ്റ്റൻസിലും ബേസിൽ നിന്നാണെങ്കിൽ h/3 ഡിസ്റ്റൻസിലും ആയിരിക്കും ആ ഒരു എഫക്റ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആക്ട് ചെയ്യണത്. ക്ലിയർ ആയോ? ഓക്കെ മിസ്. ഓക്കെ. ഇനി അടുത്തൊരു കേസാണ് റെസ്റ്റ് പ്രഷറിൻ്റെ. ഇതിനകത്ത് ഞാൻ ക്ലാസ്സിൽ റെസ്റ്റ് പ്രഷർ തീർത്തിട്ടാണ് റാങ്കൈൻസ് അവർക്ക് എടുത്തത്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് റാങ്കൈൻസും കൂടെ ആ നോട്ടിൽ ഇവരവിടെ അതിനകത്ത് തിയറി ഫുൾ പറഞ്ഞിട്ടാണ് പ്രോബ്ലം ചെയ്യിച്ചേക്കണത്. അപ്പോൾ ആ തിയറി എല്ലാം ഇതിനകത്ത് ഇനി വന്നേ ഉള്ളൂ റാങ്കൈൻസിൻ്റെ. ഈ പ്രോബ്ലം ചെയ്യിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം അവിടെ. എഴുതണം. 6/3 = എത്രയാണെന്ന് എഴുതണം. 2 മീറ്റർ അല്ലേ, 2 മീറ്റർ ഫ്രം ദി ബേസ് എന്ന് തന്നെ എടുത്തെഴുതണം. ദാറ്റ് ഈസ് 2 മീറ്റർ ഫ്രം ബേസ്. അത് എഴുതണം. ഓക്കെ. ഇനി ഓക്കെ,
ഇനി ഇത് സെക്കൻഡ് കേസ്. പറഞ്ഞോട്ടെ, എഴുതി കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പറയാം. കേസ് 2 എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ അറ്റ് റെസ്റ്റ് കണ്ടീഷൻ തന്നെയാണ്. അതിലൊരു വാട്ടർ ടേബിൾ കണ്ടോ, ഒരു കുറച്ചുകൂടെ സൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ കാണാമോ? വാട്ടർ ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അറ്റ് ഡെപ്ത് ഡിയിൽ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ റിട്ടേണിംഗ് വാളിൻ്റെ ഡി ഡെപ്തിൽ ഒരു വാട്ടർ ടേബിൾ ഉണ്ട്. ആ വാട്ടർ ടേബിൾ വരുമ്പോൾ എങ്ങനെയാണ് ടോട്ടൽ എർത്ത് പ്രഷർ കാണുന്നതെന്നുള്ളതാണ് പറയണത്. അപ്പം അതിൽ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ ഡയഗ്രാം വരയ്ക്കണം ആദ്യം. പ്രഷർ ഡയഗ്രാം എങ്ങനെയാണ് കണ്ടുപിടിക്കണം. ആ പ്രഷർ ഡയഗ്രാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ടോട്ടൽ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു കേസ് ആകുമ്പം ഇവിടെ നമുക്ക് എന്താണ്, ഗ്രൗണ്ട് ലെവൽ ഇതാണ്. നമുക്കിതിനെ 2 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാം. സപ്പോസ് ഈ ലെവല്, ഇവിടെ ഒരു ലെവല്, ഇതിന് ഞാൻ എ എന്ന് കൊടുക്കുന്നു. ദെൻ ഇതിനൊരു ബി, ദെൻ ഇവിടെ ഒരു സി. 3 ലെവൽ കൊടുക്കുന്നു. ഓക്കെ, ആ ലെവൽ കൊടുത്തതിന് ശേഷം ഞാൻ പറയുകയാണ് എ ടു ബിയിലെ സ്ട്രെസ് വേരിയേഷൻ കണ്ടുപിടിക്കണം, ബി ടു സിയിലെ സ്ട്രെസ് വേരിയേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ. ദെൻ ഇവിടെ വാട്ടർ ടേബിൾ വരുന്നുണ്ട്, അതിൻ്റെ ഇഫക്റ്റും കൂടെ നമ്മൾ കാണിക്കണം. അതാണ് ഈ ഡയഗ്രത്തിൽ വരച്ചു വെച്ചേക്കണത്. ദെൻ അപ്പം എങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞു തരാം. എ ബി എന്ന് പറയുന്ന പോർഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ? എ ടു ബി എന്ന് പറയുന്ന ഡെപ്തിൽ എന്താണ്? എർത്ത്, സോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തൊട്ട് മുകളിൽ ചെയ്ത പോലെ തന്നെ സിഗ്മ എച്ച് കണ്ടുപിടിക്കണം. ടോപ്പിൽ എ ലെവലിൽ സിഗ്മ എച്ച് എത്ര വന്നതെന്ന് നോക്കണം, ബി ലെവൽ വരെ എത്ര സിഗ്മ എച്ച് വന്നതെന്ന് നോക്കണം, ദെൻ സി ലെവലിൽ വരെ സിഗ്മ എച്ച് എത്ര വന്നതെന്ന് നോക്കണം. അത് ഏതൊക്കെ കണ്ടീഷനിൽ ചെയ്യണം? സോയിലുള്ളപ്പോൾ ചെയ്യണം. ഇത് കൂടാതെ എന്തുണ്ട്? ബി ലെവലിൽ താഴേക്ക് വാട്ടറും ഉണ്ട്. അപ്പോൾ ആ വാട്ടർ ടേബിളിൻ്റെ പൊസിഷനിലുള്ള സിഗ്മ എച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ആദ്യം എ ടു ബിയിൽ സോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലെവൽ ഇതാണ്. ആ ലെവലിൽ നമ്മൾ എന്താണ്, എയിൽ 0 ആണ്, ബിയിൽ എന്താണ്, സോയിൽ വരെയുള്ള ഇതാണ് കാണേണ്ടത്. അപ്പം എ ടു ബിയിൽ എന്ത് മാത്രമേ ഉള്ളൂ? സോയിൽ കൊണ്ട് മാത്രമാണ് സ്ട്രെസ് ഉള്ളൂ. അപ്പം അവിടുത്തെ സ്ട്രെസ് നമുക്ക് എങ്ങനെ എഴുതാം? K0 ഗാമ ഡി എന്ന് എഴുതാൻ പാടില്ലേ? ഇത് 0 ആണ്, ഡെപ്ത് വാട്ടർ ടേബിൾ വരെ ഡി ആണ്. അപ്പം നമുക്ക് ഈ പ്രഷർ ഇവിടുത്തെ എത്ര എഴുതാം? K0 ഗാമ ഡി അല്ലേ, വാട്ടർ ടേബിളിൻ്റെ അവിടെ വരെ. തൊട്ട് മുകളിൽ ചെയ്ത പോലെ തന്നെ എ ടു ബി എന്ന് പറയുന്ന ആ ഒരു ലെയർ മാത്രം എടുക്കുക. ആ ലെയറിൻ്റെ ഡെപ്താണ് ഡി. അപ്പോൾ അതിൽ എയിലെ വേരിയേഷൻ നമ്മൾ നോക്കുമ്പോൾ സിഗ്മ എച്ച് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ബി ലെവലിൽ വരുമ്പോൾ എത്ര വരും? കോഎഫിഷ്യൻറ്റ് K0 ഗാമ ഡി ആയിരിക്കും. ക്ലിയർ ആയോ? സിഗ്മ ഇസഡ് അല്ലേ ഗാമ ഡി എന്ന് പറയുന്നത്? ആ, സിഗ്മ ഇസഡ് ആണ് ഗാമ ഡി. കാരണം വെർട്ടിക്കൽ സ്ട്രെസ് ആണ് കാണേണ്ടത് ബിയിലെ. അത് ഇൻറ്റു K0 ആണ് എന്ത്? സിഗ്മ എച്ച് എന്ന് പറയണത്. ഞാൻ ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ദെൻ ഇതിന് താഴേക്ക് എന്താണ്? വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സോയിലാണ്. അപ്പം സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പം നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അവിടെ യൂണിറ്റ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വേണം എടുക്കാൻ. ക്ലിയർ ആയോ? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? ഗാമ ഡാഷ്, ഗാമ ഡാഷ് എങ്ങനെ കാണാം? ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ശരിക്കും ചെയ്യണേ? ഈ വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്ന പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ സോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സോയിലിൻ്റെ സ്ട്രെസ് കണ്ടുപിടിച്ചു, വെർട്ടിക്കൽ സ്ട്രെസ്. അതിൻ്റെ കൂടെ ഹൊറിസോണ്ടൽ സ്ട്രെസ് കാണാൻ എന്ത് ചെയ്തു? K0 കൊണ്ട് ഒരു മൾട്ടിപ്ലൈ ചെയ്തു. ഇനി വാട്ടർ ടേബിളിന് താഴെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ എങ്ങനെ കാണണേ? സി എന്ന് പറഞ്ഞ പോയിന്റിലെ രണ്ടും കൂടി ആഡ് ചെയ്യണം. എന്തൊക്കെ? സോയിലും സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ളത് വേണം. അപ്പം എങ്ങനെയാ വരിക? ഇതെങ്ങനെ വരും?
ഗാമ ഡാഷ് ഗാമ ഇൻറ്റു ഡി എച്ച് എന്ന് വരും അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ഈ ഒരു ടോട്ടൽ അല്ല ഞാൻ പറഞ്ഞത്, വാട്ടർ ടേബിളിൻ്റെ താഴെയുള്ള ആ പൊസിഷനിൽ ടോട്ടൽ വരുമ്പോൾ എങ്ങനെ വരും? ഇവിടെ വരെ എന്തുണ്ട്? ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ വേരിയേഷൻ ഇവിടെ വന്ന് നിന്നു. ഓക്കെ, അതിനുശേഷം എന്ത് വരും? എക്സ്ട്രാ ഒരു സാധനം കൂടി ഇവിടെ വരും. എത്ര വരും? ഗാമ ഡാഷ് ഇൻറ്റു എച്ച് വരും. എച്ച് അല്ലല്ലോ, എച്ച് മൈനസ് ഡി. സാച്ചുറേറ്റഡ് സോയിലിൻ്റെ ഡെപ്ത് എത്രയേ ഉള്ളൂ? ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഡെപ്ത് കുറച്ച് കളയുന്നതാണ് എച്ച് മൈനസ് ഡി. ഇതല്ലേ ഹൈറ്റ്? എച്ച് മൈനസ് ഡി. ഓക്കെ, ഈ ഡെപ്ത് എച്ച് മൈനസ് ഡി ആണ്. അപ്പം ഇവിടുത്തെ സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? സാച്ചുറേറ്റഡ് ഗാമ ഡാഷ് വേണം. ഗാമ ഡാഷ് എങ്ങനെ കാണണേ? ഗാമ സാറ്റ മൈനസ് ഗാമ ഡബ്ല്യു ആണ് ഗാമ ഡാഷ് കാണണേ. അതായത് വാട്ടർ ടേബിളിൻ്റെ താഴെയുള്ള സോയിലിൻ്റെ സ്ട്രെസ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഗാമ ഡാഷ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, അത് ഹൊറിസോണ്ടൽ സ്ട്രെസ് ആക്കണം എങ്ങനെയാണ്? ഇൻറ്റു K0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വീണ്ടും എന്താണ്? ട്രയാങ്കിൾ വന്നു. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇൻറ്റൻസിറ്റി പ്ലസ് ഇവിടെ എന്തും കൂടെ കാണും? K0 ഗാമ ഡി. മുകളിലത്തെ ഈ വാല്യൂ പ്ലസ് ഈ വാട്ടർ ടേബിളിൻ്റെ താഴെയുള്ള യൂണിറ്റ് വെയിറ്റും കൂടെ വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായില്ലേ? നമ്മളെ വെർട്ടിക്കൽ സ്ട്രെസ് ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആയില്ല. ആ ഓക്കെ, ഈ K0 ഗാമ ഡി വരെ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി ബി ലെയർ എടുത്തു. ഈ ബി ലെയറിൽ വരുമ്പം നമുക്ക് എന്തൊക്കെ വരും? നമ്മൾ സിഗ്മ ഇസഡ് എങ്ങനെയാണ് കാണുന്നത്? സപ്പോസ് ബി അല്ല, സി ലെയറിലെ സിഗ്മ ഇസഡ് എങ്ങനെയാണ് കാണുന്നത്? ഏറ്റവും ബോട്ടം ലെയറിലെ സിഗ്മ ഇസഡ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഈ 3 ലെയർ ഇല്ലേ? ഇതിപ്പം എ, ഹൈറ്റ്, ഇത് ബി, ഇത് സി. അപ്പം സി വരെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ് നമുക്ക് കാണണം. ആ സിഗ്മ ഇസഡ് നമ്മൾ എങ്ങനെ കാണണേ? ഗാമ ഡി പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു എച്ച് മൈനസ് ഡി എന്നല്ലേ? അതെ, അങ്ങനെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് സി എന്ന് പറഞ്ഞ സിഗ്മ ഇസഡ് ഇതാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെസ് ആണ്, സിഗ്മ എച്ച്. അപ്പോൾ എന്ത് ചെയ്യണം? K0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഗാമ ഡി പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു എച്ച് മൈനസ് ഡി. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഇതെന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി എന്ത് വരും? K0 ഗാമ ഡി പ്ലസ് K0 ഗാമ ഡാഷ് എച്ച് മൈനസ് ഡി. ഇതാണ് ഈ ടോട്ടൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ വേരിയേഷൻ ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടി. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അത് കൂടാതെ എന്തും കൂടെ ഉണ്ട്? വാട്ടർ ടേബിൾ ഉണ്ട് ബി പൊസിഷനിൽ. അപ്പോൾ വാട്ടറിൻ്റെ സ്ട്രെസ്സും കൂടെ വരും. ബിന്ന് താഴേക്ക് സിയിലേക്ക് വാട്ടറിൻ്റെ സ്ട്രെസ് നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് ഗാമ ഡബ്ല്യു ഇൻറ്റു ആ ഹൈറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ. ക്ലിയർ ആയോ? വാട്ടറിൻ്റെ ഇതെന്ന് പറയണത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ എന്നോ അങ്ങനെ വാട്ടറിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? K0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ആ ഡെപ്ത് ചെയ്താൽ മതി. കാരണം വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എക്സേർട്ട് ചെയ്യുന്ന എന്താണ്? ഒരു ഹൊറിസോണ്ടൽ പ്രഷറാണ് മാക്സ് കൊടുക്കുന്നതിനകത്തേക്ക്. അതുകൊണ്ട് നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൺസിഡർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ദെൻ ഈ സാധനമാണ് ഈ വരച്ച് വെച്ചേക്കണത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എർത്ത് പ്രഷറാണ്. എർത്ത് പ്രഷർ കാണണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പ്രഷർ ഡയഗ്രം ഉണ്ടല്ലോ, അതിനെ ചെറിയ റെക്റ്റാങ്കിളും ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പം ഞാൻ ഈ വലിയ ട്രയാങ്കിളിനെ വലിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിനെ ഡിവൈഡ് ചെയ്യാണ്. ഈ ഇൻറ്റൻസിറ്റി K0 ഗാമ ഡി ആണ്. അപ്പോൾ അവിടെ വെച്ച് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ വാല്യൂ എന്ത് തന്നെയായിരിക്കും? K0 ഗാമ ഡി ആണ് അല്ലേ? ബാക്കി വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? K0 ഗാമ ഡാഷ് എച്ച് മൈനസ് ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ 1 എന്ന് കൊടുത്തു, ഇത് സെക്കൻഡ് റെക്റ്റാങ്കിൾ 2 എന്ന് കൊടുത്തു, ഇത് തേർഡ് 1, ദെൻ ഇത് ഫോർത്ത് 1.
അങ്ങനെ ഈ 4 ഏരിയയിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറാണ് എന്ത് P0 എന്ന് പറയുന്നത്. അപ്പോൾ P0 എന്ന് പറഞ്ഞാൽ P01ൻ്റെ ഏരിയ പ്ലസ് P02ൻ്റെ ഏരിയ പ്ലസ് P03യുടെ ഏരിയ പ്ലസ് P04ൻ്റെ ഏരിയ. ഈ പ്രഷർ ഡയഗ്രാം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടോട്ടൽ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്ലിയർ ആയോ? കൺസെപ്റ്റ് മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു ഐഡിയ ആയോ? ഇനി ആദ്യത്തെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണും, P01 എന്ന് പറയണത്. ഓക്കെ, P01 ആണ് ഈ കാണിച്ചേക്കണേ. P01 എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ ട്രയാങ്കിൾ ആണ്. അതാണ് ഈ താഴെ എടുത്ത് വരച്ചേക്കണേ. K0 ഗാമ ഡി ആണ് ആ വാട്ടർ ടേബിളിന് തൊട്ട് മുകളിൽ വരെയുള്ള ഇൻറ്റൻസിറ്റി. അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും P01 ആക്ട് ചെയ്യുക. കണ്ടോ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും P01 ആക്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഇസഡ് ബാർ എന്ന് പറയുന്നത് ബേസിൽ നിന്ന് P01 വരെയുള്ള ഹൈറ്റിലായിരിക്കും. ക്ലിയർ ആയോ? കൺസെപ്റ്റ് മനസ്സിലായോ? അടുത്തതെന്ന് പറയണത് P01. അപ്പം ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു K0 ഗാമ ഡി ബേസ് ഇൻറ്റു അതിൻ്റെ ഡെപ്ത്, ആ ട്രയാങ്കിളിൻ്റെ ഡെപ്ത് ഇതുവരെയുള്ള ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പോൾ ഇൻറ്റു ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Z1 ബാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ബേസിൽ നിന്ന് ഈ P01ൻ്റെ സെൻട്രോയിഡ് വരെയാണ് ഡിസ്റ്റൻസ്. അപ്പം ബേസ് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. ഈ താഴേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H-D ആണ്. അപ്പം H-D പ്ലസ് D/3 ആണ് Z1 ബാർ. കണ്ടോ, ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് എടുക്കണം. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എടുക്കുമ്പം ടോട്ടൽ പ്രഷർ ഡയഗ്രത്തിൽ നിന്ന് വേണം നമ്മൾ എടുക്കാൻ. സെപ്പറേറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് വെറുതെ D/3 എന്ന് എഴുതരുത്. റീറ്റെയിനിങ് വാൾ എവിടെ വരെ ഉണ്ടോ അതിൻ്റെ ബേസിൽ നിന്ന് വേണം നമ്മൾ ആ P01 P02ൻ്റെ Z1 ബാറൊക്കെ ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പം Z1 ബാർ എന്ന് പറയുന്നത് D/3 പ്ലസ് H-D ആണ്. ദെൻ അടുത്തത് P02. P02 എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. വാട്ടർ ടേബിളിൻ്റെ താഴേക്ക് വരുന്ന ആ പോർഷൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ K0 ഗാമ ഇൻറ്റു H-D ആണ് ആ റെക്റ്റാങ്കിളിൻ്റെ ഇൻറ്റൻസിറ്റി. ഈ വാല്യൂ തന്നെയാണല്ലോ ഈ ബേസും വരണേ. അപ്പം K0 ഗാമ ഡി ആണ് അത്, ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H-D, അത് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. Z ബാർ എന്ന് പറയണത് ഇതായിരിക്കും, Z2 ബാർ. ഈ സെക്കൻഡ് ഡയഗ്രത്തിൻ്റെ സെൻട്രോയിഡ് P02, ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ്. അപ്പം ഇതെന്ന് പറയണത് H-D/2 ആയിരിക്കും റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ വരെ. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതൊരു തിയറി ആയിട്ട് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ദെൻ മൂന്നാമത്തേന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതാണ് വാട്ടർ ടേബിളിൻ്റെ അടിയിലുള്ള സോയിലിൻ്റെ മാത്രം സ്ട്രെസ് ഡയഗ്രാം. അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി ബാക്കി വരുന്നത് K0 ഗാമ ഡാഷിൻ്റെ H-D ആണ്. ആ ഹൈറ്റ് H-D, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ഈ ബേസ് ഇൻറ്റു ഹൈറ്റ്. Z3 ബാർ എന്ന് പറയുന്നത് ആ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഈ മുകളിലുള്ള ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. അപ്പം H-D/3 തന്നെ വരും. ലാസ്റ്റ് വരുന്നത് P04 ആണ്. P04 എന്ന് പറഞ്ഞാൽ ആ വാട്ടറിൻ്റെ ഇൻറ്റൻസിറ്റിയും കൊണ്ടുള്ള ട്രയാങ്കിളാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യുവിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഓഫ് പോർ വാട്ടർ പ്രഷറാണ്. അതായത് ഗാമ ഡബ്ല്യുവിൻ്റെ H മാത്രം മതി. അപ്പം H/D ആണ് ആ ഹൈറ്റ് കൊണ്ട്, അത് ബേസ്. ദെൻ ട്രയാങ്കിൾ ഹൈറ്റ് H-D, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. Z ബാർ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്, ബേസിൽ നിന്ന് ഈ പോർ വാട്ടർ പ്രഷർ, ഈ 4th വണ്ണിൻ്റെ ഇത് H-D/3 ആയിരിക്കും. ദെൻ ടോട്ടൽ എർത്ത് പ്രഷർ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. P0 എന്ന് പറഞ്ഞാൽ P01 പ്ലസ് P02 പ്ലസ് P04 വരെ ആഡ് ചെയ്തു. ദെൻ Z ബാർ, ടോട്ടൽ Z ബാർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടോ, ഈ P0 എന്ന് പറയുന്നത് ഇതാണ്. ടോട്ടൽ P0 എന്ന് പറയുന്നത് ഈ റീറ്റെയിനിങ് വാളിൻ്റെ സെൻട്രോയിഡിലാണ് ആക്ട് ചെയ്യണത്. അത് ബേസിൽ നിന്ന് Z ബാർ ഹൈറ്റിലാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ എന്ത് ചെയ്തേക്കണേ, P01 Z1 ബാർ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ടോട്ടൽ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എർത്ത് പ്രഷറിൻ്റെ സെൻട്രോയിഡും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കൺസെപ്റ്റ് മനസ്സിലായോ ഏകദേശം?
ഈ D/3 എടുത്തില്ലേ, അതവിടെ ആക്ട് ചെയ്യുന്ന പൊസിഷൻ അല്ലേ? D/3 എന്ന് പറഞ്ഞാൽ ആക്ട് അതിന്റെ ചെയ്യുന്ന ഹൈറ്റ് നമ്മൾ പൊസിഷൻ. ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ ആ 6 മീറ്റർ വെച്ച് തന്നെയല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്? അപ്പൊ അവിടെ എന്താ 6/3 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാതിരുന്നത്? മൾട്ടിപ്ലൈ അവിടെ ലൊക്കേഷൻ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാതിരുന്ന എന്തുകൊണ്ടാ? ഒറ്റ ട്രയാങ്കിൾ അല്ലേ ഉള്ളൂ. റീറ്റെയിനിങ് വാളിന്റെ താഴെ വാട്ടർ ടേബിൾ ഒന്നുമില്ല. അപ്പോൾ ആ വേരിയേഷൻ നമുക്ക് ആകെ ഒരു ഒറ്റ ഡയഗ്രത്തിലാണ് കിട്ടിയത്. ടോപ്പിൽ 0 ആണ്, ബോട്ടത്തിൽ എന്ത് ചെയ്തു? K0 ഗാമ H എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. ആ റീറ്റെയിനിങ് വാളിന്റെ പ്രഷർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ആ ഒരു ചെറിയ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിന്റെ സെൻട്രോയിഡ് ആണ് എന്ത് P0 ആക്ട് ചെയ്യണത്. ഇവിടെ വരുമ്പോൾ എന്താണ്? വാട്ടർ ടേബിളും കൂടെ ഉണ്ട്. അപ്പോൾ അതിന്റെ സ്ട്രെസ് ഡയഗ്രാം മാറി, പ്രഷർ ഡയഗ്രാം മാറി. ആദ്യത്തെ D വരെയുള്ള ഡെപ്തിൽ വാട്ടർ ടേബിളിന് തൊട്ട് മുകളിൽ വരെ ഒരു വേരിയേഷൻ ആയിരുന്നു, അതിന് താഴേക്ക് വേറൊരു വേരിയേഷൻ ആണ്. ദെൻ അത് കൂടാതെ വാട്ടർ ടേബിൾ ഉള്ളതുകൊണ്ട് വാട്ടറിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ പ്രഷറും കൂടെ ഉണ്ട്, സ്ട്രെസ്സും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വന്നത്? ഇങ്ങനെ ഒരു ഡയഗ്രാം, ഇങ്ങനെയുള്ള ടോട്ടൽ ഒരു ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? Z എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? അതിന് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ടോട്ടൽ മൊമെൻറ്റ് കൺസിഡർ ചെയ്യണം. അതായത് ഈ ഓരോ പ്രഷർ കൊണ്ടും ഈ കോമൺ പോയിന്റിലേക്ക് Z നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഫൈനൽ Z ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇവിടുത്തെ പ്രശ്നം മനസ്സിലായോ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഇതിലൊരു സോയിൽ മാത്രമേ ഉള്ളൂ, അവിടെ വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലായിരുന്നു ആ വൈറ്റ ഫിഗറിൽ. പക്ഷെ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ക്വസ്റ്റ്യൻ മാറി, വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ഇതിനെ അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, P04 കിട്ടേണ്ടത് അത് വാട്ടർ ടേബിളിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് ആകെ 3 സെക്ഷൻ അല്ലേ വരുന്നുള്ളൂ. പിന്നെ P0 സത്യത്തിൽ ഇത് വരയ്ക്കണത് ഒറ്റ ഡയഗ്രത്തിൽ നമുക്ക് കാണിക്കാം. അതാണ് ആ PDF-നകത്ത് വരച്ചു വെച്ചേക്കണത്. ഇതിങ്ങനെ ഒരു സോയില് വാട്ടർ ടേബിളൊക്കെ കാണിച്ചു, ഈ പറഞ്ഞ പോലെ വലിയൊരു ട്രയാങ്കിൾ വരച്ചു. ഇവിടെ വരെയുള്ള സാധനമാണ് ഈ ഡെപ്തിൽ K0 ഗാമ D എന്ന് പറഞ്ഞ സാധനം. ഈ താഴത്തെയാണ് എന്ത്? സോയിലും വാട്ടറും കൂടെ കൂടുന്നത്. K0 ഗാമ D പ്ലസ് എന്തും കൂടെ വരും? K0 ഗാമ ഡാഷ് H മൈനസ് D. അതായിരിക്കും ഈ വലിയ ബേസ്. അതുകൂടാതെ എന്തുണ്ട്? ഇവിടെ നിന്ന് B ടു ഇതുവരെ വാട്ടറിൻ്റെ ഇഫക്റ്റും കൂടി ഉണ്ട്. അതാണ് ഗാമ W ഇൻറ്റു H മൈനസ് D. ഇങ്ങനെ ഒരൊറ്റ ഡയഗ്രാമാണ് ആക്ച്വലി നമ്മൾ വരച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഈ കിട്ടുന്ന പ്രഷർ ഡയഗ്രത്തിന് എന്ത് ചെയ്യും? ചെറിയ റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന്, ഏരിയ കാണാൻ എളുപ്പത്തിന് ചെറിയ റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ടോട്ടൽ എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണത്. നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കൽ ഇത്തിരി പാടാണ്. ഇപ്പം ഞാൻ ഈ മറ്റേ PDF കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? ഈ ഫിഗർ ക്ലിയർ അല്ല, ഇത് പിന്നെയും ക്ലിയർ ആണ്. ഇതൊരു പാർഷ്യലി സബ്മേർജ്ഡ് കണ്ടീഷനാണ്. ഇങ്ങനെ ഒന്ന് വാട്ടർ ടേബിൾ ഇവിടെ, പിന്നെ ഒരു ലെയർ, 3 എണ്ണം സോയിലിൻ്റെ ഇഫക്റ്റ്, വാട്ടർ ടേബിളിന് താഴേക്കുള്ള എഫക്റ്റ് എല്ലാം കൂടെ ഒറ്റ ഡയഗ്രത്തിലാണ് കാണിച്ചേക്കണേ. ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ട്രെസ്സ് കണ്ടുപിടിച്ചു, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിന്, ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇൻറ്റു ആ ഹൊറിസോണ്ടൽ സ്ട്രെസ്സിലേക്ക് ആക്കണം. വെർട്ടിക്കൽ സ്ട്രെസ്സും ഹൊറിസോണ്ടൽ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആ K വാല്യൂ ആണ്. അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ആക്റ്റീവ് ആണെങ്കിലും പാസീവ് ആണെങ്കിലും റെസ്റ്റ് ആണെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഒരു ടോട്ടൽ ഡയഗ്രാമാണ് ശരിക്കും വരുന്നത്. പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ആ പ്രഷർ ഡയഗ്രത്തിനെ സ്പ്ലിറ്റ് ചെയ്താണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നേന്നുള്ളൂ ഈ നോട്ടിൽ. കണ്ടോ? സോയില് ആദ്യത്തെ കേസ്, പിന്നെ സോയിലും വാട്ടറും കൂടെ ഉള്ളത്, ദെൻ വാട്ടർ മാത്രം. ഈ 3 എണ്ണം കൂടെ കൂടുന്നതാണ് ആക്ച്വലി ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻട്രോയിഡിലാണ്, ഈ പ്രഷർ ഡയഗ്രത്തിൻ്റെ സെൻട്രോയിഡിലാണ് ആക്ച്വലി എന്ത്? ടോട്ടൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യണം. ഓക്കെ, ആ പ്രഷർ എന്ന് പറയുന്നതാണ് ഇവിടെ P0, ഈ ആരോ കാണിച്ചേക്കണം. അതിൻ്റെ Z ആണിത്. ബേസിൽ നിന്ന് റിട്ടേണിംഗ് വാളിൻ്റെ ബേസിൽ നിന്ന് ഈ P0 ആക്ട് ചെയ്യണ പോയിന്റ്. ഓക്കെ, ഒരു വിധം ഐഡിയ ഉണ്ടോ? മനസ്സിലായോ? ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ജസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഈ ഒരു പ്രോബ്ലം ചെയ്യാമോ? ഇത് ചെയ്യാമോ? എഴുതാമോ?
വരച്ചോ? 17 ആണ് കേട്ടോ ആ ഗാമ. ആദ്യത്തെ ഗാമ 17ഉം രണ്ടാമത്തെ ഗാമ സാറ്റ് എന്ന് പറയുന്നത് 19ഉം ആണ്. ഫൈ വാല്യൂ 60 ആണ് കേട്ടോ. ഫൈയുടെ വാല്യൂ 60 എന്നാണ്. വരച്ചോ? വരച്ച് ഞാൻ പറയണേ. വരച്ചു. ഓക്കെ, നമ്മൾ ഇതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 3 പോയിന്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഒന്ന് പറയണം കേട്ടോ. ഇതായിരുന്നു റീറ്റെയിനിങ് വാള്. ദെൻ എന്തായിരുന്നു ഇത്? ഗ്രൗണ്ട് ലെവല്. ഇവിടെ വാട്ടർ ടേബിൾ ഉണ്ട്. ഈ ഹൈറ്റ് എത്രയായിരുന്നു? 2 മീറ്റർ. 2 3 ആണോ? 2 2. 2 മീറ്റർ ആണോ രണ്ടും? ഓക്കെ, 2 മീറ്റർ. ഞാൻ ഇത് ഓപ്പൺ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റത് കാണാൻ പറ്റില്ല. 2 മീറ്റർ, താഴേക്കും 2 മീറ്റർ. ഇവിടുത്തെ ഗാമ എത്രയായിരുന്നു? 17ഉം. ഇവിടുത്തെ എത്രയായിരുന്നു? ഗാമ സാറ്റ് എത്രയായിരുന്നു? 19 അല്ലേ? 19 കിലോന്യൂട്ടൺ ആയിരുന്നു. ഫൈ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഷിയറിങ്ങും. ഇത് ഇത്രയാണ് നമുക്ക് തന്നേക്കണം. ഞാൻ ഇതിനെ എന്ത് ചെയ്യണം? 3 ലെയർ എ ബി സി ഇങ്ങനെ 3 ലെയറായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ലെയറിൽ എയിൽ വരണ, അപ്പോൾ ആദ്യം ഞാൻ എ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുവാണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിയുമ്പം അവിടെ ഉണ്ടാവുന്ന സിഗ്മ എച്ച് കണ്ടുപിടിക്കണം. എങ്ങനെ കാണാം? K0 സിഗ്മ ഇസഡ് ആണ് അല്ലേ? K0 എങ്ങനെയാണ് കണ്ടുപിടിക്കണത്? 1 മൈനസ് സൈൻ ഫൈ ഡാഷ് ആണ്. അപ്പോൾ 1 മൈനസ് സൈൻ ഫൈ ഡാഷ് ഇൻറ്റു എന്ത് വരും? സിഗ്മ ഇസഡ് എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു ആ ഡെപ്ത് 2 അല്ലേ? ഡെപ്ത് എത്രയാണ്? എയിൽ 0 ആണ്. അപ്പോൾ സിഗ്മ എച്ച് എത്ര വരും? എയിൽ 0. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. ബിയിലെടുക്കുമ്പോൾ എങ്ങനെ വരും? സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? K0 സിഗ്മ ഇസഡ് ആണ്. K0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ ഫൈ ആണ്. K0 അത് എത്രയാണെന്ന് ഓൾറെഡി കണ്ടുവയ്ക്കുക. അപ്പം ആക്റ്റീവ് വർക്ക് പ്രഷർ ആണെങ്കിൽ റെസ്റ്റ് ആണെങ്കിലും K0 കാണാനുള്ള ഇക്വേഷൻസ് പറഞ്ഞായിരുന്നു എന്നല്ലേ? അപ്പം അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. K0യുടെ വാല്യൂ എത്ര വന്നെന്ന് പറയുമോ? 1 മൈനസ് സൈൻ ഫൈ ഡാഷ്. എത്ര തന്നെ? 1 മൈനസ് സൈൻ ഫൈ ഡാഷ് 1 മൈനസ് സൈൻ 60 0.5 അല്ലേ? 5 ആണെന്ന് തോന്നുന്നു. 60 സൈൻ 60 1 മൈനസ് 0.5 അല്ലേ? സൈൻ 60 0.5 അല്ലേ? സൈൻ 60 1 മൈനസ് വരുമ്പോ അത്ര വരില്ല. 1 മൈനസ് സൈൻ 60 0.5 അല്ലേ വന്നേ? അല്ല. എത്ര തന്നെ? 0.13. 134. 134. ശരി, സോറി.
പോയിന്റ് എത്ര പറഞ്ഞേ പോയിന്റ് 134. 134. ദെൻ ഇനി ബി ലെവലിൽ അപ്പോൾ എന്ത് വരും? സിഗ്മ എച്ച് എത്ര വരണേ? K0 എന്ന് പറഞ്ഞാൽ 0.134 ആണ്. 0.134. സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് എത്ര വരും? ഗാമ എത്രയാണ്? 17 ആണ് അല്ലേ? ബി ലെവലിൽ വരുമ്പോൾ അതെ. എത്ര വരും? 2. 2 വരും. എത്ര അപ്പം? 4.556. 4.556. ഓക്കെ. ഇനി അതേപോലെ തന്നെ എന്ത് കാണാം? സീലിംഗ് കണ്ടുപിടിക്കാം. സീലിംഗ് കാണുമ്പോൾ എന്താണ്? എങ്ങനെ വരും? സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ K0 സിഗ്മ ഇസഡ് ആണ്. ദെൻ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സി വരെ ഉള്ളത് കാണണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? K0 ഇൻറ്റു ആദ്യത്തെ എന്ത് വരും? ഗാമ എച്ച് പ്ലസ് ഗാമ എച്ച് ഗാമ സൺ ഈക്വൽ ടു K0 ഗാമ. സോ ബി വരെ ഉള്ളത് ഗാമ എച്ച് അല്ലേ? പ്ലസ് K0 ഗാമ ഡാഷ്, ബാക്കി വരുന്ന ഹൈറ്റ് എച്ച് മൈനസ് ഡി ആണെങ്കിൽ ഡി, ആ വാട്ടർ ടേബിൾ വരെയുള്ള ഡെപ്ത്. അപ്പോൾ എത്ര വരും? K0 കിട്ടി. ഗാമ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ആണ് അല്ലേ? 0.134 ഇൻറ്റു 17 ഇൻറ്റു ആ ഹൈറ്റ് എത്രയായിരുന്നു? 2 മീറ്റർ അല്ലേ? പ്ലസ് 0.134 ഇൻറ്റു ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാ? 19 മൈനസ് 10 ഇൻറ്റു ബാക്കി ഹൈറ്റ് എത്രയായിരുന്നു? 2 മീറ്റർ തന്നെ അല്ലേ? സാർ 19 മൈനസ് 10 ഇട്ടത് സോയിലിൻ്റെ അല്ലേ ചെയ്യണേ? വാട്ടറിൻ്റെ കൺസിഡർ ചെയ്തിട്ടില്ല. സാച്ചുറേറ്റഡ് അല്ലേ? ശരി. സാച്ചുറേറ്റഡ് സോയിലിൻ്റെ ആയതുകൊണ്ട് വാട്ടറിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണല്ലോ. ഓക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇനി എന്താണ്? വാട്ടറിൻ്റെ ഇഫക്റ്റും കൂടെ നമുക്ക് എഴുതാം. പ്ലസ് യുവും കൂടെ വരും. അത് ഞാൻ സെപ്പറേറ്റ് പറയുന്നേ ഉള്ളൂ. ഇത് ശരിക്കും വരുമ്പം പ്ലസ് പോർ വാട്ടർ പ്രഷർ യുവും കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാതെ യു ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു ആ ഡെപ്തും കൂടെ ചെയ്താൽ മതി. അത് ഞാൻ രണ്ടാമതൊന്ന് പറയാമെന്ന് ഓർത്തോണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് ഓർത്ത്. ശരി 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 സാർ. ഇത് മനസ്സിലായോ? ഇതിന്റെ വാല്യൂ എത്ര കിട്ടണേ? 6.968.
6.968. 968. ഓക്കെ, ഇനി വാട്ടറിൻ്റെ എഫക്റ്റും കൂടി ഉണ്ട്. ബി തൊട്ട് സി വരെ താഴെ വാട്ടറിൻ്റെ എഫക്റ്റും കൂടെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? 6.968 ആണ് സിയിലുള്ള സോയിൽ മാത്രം വരുമ്പോൾ. വാട്ടറിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എത്രയും കൂടെ ഉണ്ട്? ഗാമ ഡബ്ല്യു ഇൻറ്റു ആ 2 മീറ്ററും കൂടെ വരും. അപ്പോൾ എത്രയാണ്? 20 വരും ഇല്ലേ? 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പം സിയിലെ ടോട്ടൽ സ്ട്രെസ് സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എത്ര വരും? 6.968 പ്ലസ് 20 കൂടെ വരും. ക്ലിയർ ആയോ? മിസ്സേ 20 വന്ന എങ്ങനെയാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു ഗാമ ഡബ്ല്യു 10 അല്ലേ വാട്ടറിൻ്റെ ഇഫക്റ്റ്. സി തന്നെ പിന്നെ എന്തും കൂടെ ഉണ്ട്? വാട്ടർ ഉണ്ട്. ആ വാട്ടറിൻ്റെ സ്ട്രെസ് കാണണം സിഗ്മ എച്ച്. അതെത്രയാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു 2. ഗാമ ഡബ്ല്യു എത്രയാണ്? 10 ആണ്. ഇൻറ്റു വാട്ടർ ടേബിളിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്ററിലാണ്. അപ്പം ഗാമ ഡബ്ല്യു ഇൻറ്റു 2, 10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 20. ദെയർഫോർ ടോട്ടൽ സിഗ്മ എച്ച് എന്ന് പറയുന്നത് സിയിൽ എത്ര വരും? സിയിലെ ടോട്ടൽ സിഗ്മ എച്ച് എന്ന് പറയുന്നത് എത്ര വരും? സോയിൽ പ്ലസ് ആ വാട്ടറിൻ്റെയും കൂടെ 26.968 എന്ന് വരും. മനസ്സിലായോ? ക്ലിയർ ആയി മിസ്സേ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും വേരിയേഷൻസ് കിട്ടി. ഇനി ഇത് നമുക്ക് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ആ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ആ ഡയഗ്രാം മാത്രം ഞാൻ വരയ്ക്കണേ. എയിൽ 0 ആണ്. ഇവിടെ എത്ര വന്നു? വാട്ടർ ടേബിളിന് തൊട്ട് മുന്നേ വരെ എത്രയുണ്ട്? 4.5. 4.5. ബോട്ടത്തിൽ എത്രയാണ്? ടോട്ടൽ 26 ആണ് അല്ലേ? അല്ലേ? അതെ. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളും 4.5 തന്നെയാണോ? തെറ്റിപ്പോയോ? ഇല്ലല്ലോ. 4.55 സോയിൽ മാത്രം ഇത് വരുമ്പോൾ 6. ഓക്കെ, ദെൻ ഇതിന് ഞാൻ എന്ത് ചെയ്യണം? പ്രഷർ ഡയഗ്രാം നമുക്ക് കണ്ടുപിടിക്കണം. പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇത് 1, ഇത് 2, ഇത് 3. ക്ലിയർ ആയോ? വാട്ടർ ടേബിളിന്റെ വരുമ്പോ അതിനെ K0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ മിസ്സേ? ഗാമ ഡബ്ല്യു നമുക്ക് 20 വേണ്ട. വാട്ടർ ടേബിൾ, വാട്ടറിന്റെ താഴേക്ക് ഇവിടെ ഒരു വാട്ടർ ടേബിൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് നമ്മൾ സോയിലിനാണ് ശരിക്കും എന്ത് പ്രഷർ എക്സേർട്ട് ചെയ്യണം അല്ലേ? എർത്ത് പ്രഷറാണ് നമ്മൾ ചെയ്യണത്. അതായത് സോയിലിന്റെ പ്രഷറെ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പം ആ സോയിലിന്റെ പ്രഷർ ചെയ്യണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? ഹൊറിസോണ്ടൽ സ്ട്രെസ്സിലേക്ക് ആക്കുകയാണ് ചെയ്തേക്കണേ. വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? വാട്ടറിന്റെ സെപ്പറേറ്റ് പ്രഷർ ആയിട്ടാണ് ചെയ്തേക്കണേ. ക്ലിയർ ആയോ? അപ്പം വാട്ടർ പ്രഷർ നമ്മൾ അല്ലെങ്കിൽ വാട്ടറിന്റെ സ്ട്രെസ് നമ്മൾ കാണുമ്പോൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി? വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു അത് എത്ര ഡെപ്തിലാണോ വാട്ടർ ടേബിൾ ഉള്ളത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിനെ നിങ്ങൾക്ക് 26 കൊണ്ട് ഇങ്ങനെ എഴുതണം മനസ്സിലാവണില്ല എങ്കിൽ ഇതിനെ നമുക്ക് ഒന്നും കൂടെ വാട്ടറിൻ്റെ മാത്രം സെപ്പറേറ്റ് വരച്ച് ചെയ്യാം. പ്ലസ് ഇത് എത്രയാണ്? 4.5. വാട്ടർ ഇല്ലാതെ ഇത് ടോട്ടൽ വരണ എത്രയാണ്? 6 ആണ് അല്ലേ? 6.9 ആണ് സോയിലും മാത്രം വരണത്. പ്ലസ് വാട്ടർ ടേബിൾ വരുമ്പോൾ എത്ര വരും? ഇത് 20. അപ്പോൾ ഇത് 4 ഡയഗ്രാംസ് ആയി. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ ടോട്ടൽ ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ 6.9 എഴുതിയത്. ഇവിടെ വരെ ഇത് 4. വാട്ടറിനെ ഞാൻ എന്ത് ചെയ്തു? സെപ്പറേറ്റ് കാണിച്ചു. ഓക്കെ, പ്രഷർ ഡയഗ്രാം വരച്ചത് മനസ്സിലായോ? സമയമായോ? സീല് ഒന്നും കൂടെ പറയുമോ? സീല് ഞാൻ ഒറ്റയടിക്ക് ചെയ്തോന്നേ ഉള്ളൂ. സീല് എങ്ങനെ വരും? K0 ഇൻറ്റു സിഗ്മ ഇസഡ് ആണ് സിഗ്മ എച്ച്. ഓക്കെ, സി വരെ എടുക്കുമ്പോൾ എന്താണ്? എ തൊട്ട് സി വരെയുള്ള എടുക്കണം.
അപ്പം എ തൊട്ട് സി വരെ എടുക്കുമ്പോൾ എന്താണ്, ആദ്യം ഇവിടെ സോയിലുണ്ട്. വെർട്ടിക്കൽ സ്ട്രെസ് കാണുന്നത് എങ്ങനെയാ? എച്ച് അല്ലെങ്കിൽ സിഗ്മ ഇൻറ്റു എച്ച് ഈ ഹൈറ്റ് പ്ലസ് എന്ത് വരും, ഇവിടുത്തെ ഈ സാധനവും കൂടെ വരും അല്ലേ, വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയണത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, K0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ K0 ഗാമ എച്ച് പ്ലസ് K0 ഗാമ ഡാഷിൻ്റെ എച്ച് മൈനസ് ഡി. നമുക്ക് കാണേണ്ടത് ഹൊറിസോണ്ടൽ സ്ട്രെസ് ആണ്. ഹൊറിസോണ്ടൽ സ്ട്രെസ്സും കാണണമെങ്കിൽ എന്ത് ചെയ്യണം, വെർട്ടിക്കൽ സ്ട്രെസ്സിന് ആ ഒരു കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് റിലേഷൻ. സിഗ്മ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗ്മ എച്ച് ബൈ സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, കെ ആണ്. അത് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ K0 ആണ്, പാസീവ് ആണെങ്കിൽ KP ആണ്, ആക്റ്റീവ് ആണെങ്കിൽ KA ആണ്. അതാണ് ശരിക്കും ഹൊറിസോണ്ടൽ സ്ട്രെസ്സും വെർട്ടിക്കൽ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ. ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, സോയിലിൻ്റെയും വാട്ടറിൻ്റെയും കൂടെ എഫക്റ്റ് കാണാൻ വന്നതുകൊണ്ടാണ് അവിടെ ഗാമ ഡാഷ്. വാട്ടർ ടേബിളിന് താഴെ വരുമ്പോൾ നമ്മൾ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എടുത്ത് വേണം ചെയ്യാൻ. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു. അപ്പോൾ സോയിലിൻ്റെ ഇഫക്റ്റ് മാത്രം കിട്ടി. അതുകൂടാതെ സിയിൽ എന്തും കൂടെ ഉണ്ട്, വാട്ടറിൻ്റെ ഇഫക്റ്റ് ഉണ്ട് ഒരു 20. അത് രണ്ടും കൂടെ കൂടുമ്പോൾ ടോട്ടൽ ആഡ് ചെയ്ത് കിട്ടുന്നത് 26.96 ആണ്. അത് നമുക്ക് ഒറ്റ ഡയഗ്രത്തിൽ കാണിക്കാം അല്ലെങ്കിൽ 2 ഡയഗ്രത്തിൽ കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഡയഗ്രമായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഒന്നുമില്ല. ഈ ഓരോ ഡയഗ്രാം 1, 2, 3, 4 ഈ 4 ഇതിനെ ഈ ഒരു ടോട്ടൽ ഡയഗ്രത്തിന് ഞാൻ എന്ത് ചെയ്തു, റെക്റ്റാങ്കിളും ട്രയാങ്കിളുമായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. ഏരിയ കണ്ടിട്ട് ആ ഏരിയ എല്ലാം കൂടെ ആഡ് ചെയ്യണം. ദെൻ Z1 ബാർ, Z2 ബാർ, Z3 ബാർ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ടാണ് ടോട്ടൽ പ്രഷറും കണ്ട് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഈ ഏരിയ 1, 2, 3, 4 ഈ ഏരിയ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. പറ്റുമെങ്കിൽ Z ബാർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നോട്ടിൽ ആ കുട്ടി ചെയ്തേക്കണേ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 0.5 ഇട്ടാ ചെയ്തേക്കണേ K0 എന്ന് പറയണത്. അപ്പോൾ ആ ഒരു വേരിയേഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, അത് നോക്കണ്ട. അപ്പോൾ ആൻസറിലും ചെറിയ വേരിയേഷൻ വരും. ഓക്കെ, 1 - sin 5 ഇതിനകത്ത് 0.5 എന്ന് എഴുതി വെച്ചേക്കുന്നത്, ബോഡി ചെയ്ത് കൊടുത്തതാ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് വരാം.